പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കറിയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, അതിപ്പോൾ അമേരിക്ക തന്നെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അധിക ചിലവുകൾക്കായി $200 ബില്യൺ സഹായം ആവശ്യപ്പെട്ട് അമേരിക്കയ്ക്ക് പ്രതിരോധ മന്ത്രാലയമായ പെൻറ്റഗൺ ഇത് സംബന്ധിച്ച പ്രമേയം വൈറ്റ് ഹൗസിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി 28 ആരംഭിച്ച ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനും കുറഞ്ഞു വരുന്ന അവരുടെ, അതായത് അമേരിക്കയുടെ ആയുധശേഖരം പുനഃസ്ഥാപിക്കാനുമാണ് ഇത്രയും വലിയ തുക ആവശ്യപ്പെടുന്നതാണ് പെൻറ്റഗൺ പറയുന്നത്. അത് വലിയൊരു കോമഡി തന്നെയാണ്. ലോകം പോലീസ് എന്ന് പറഞ്ഞു നടക്കുന്ന അമേരിക്ക ഈക്കിടെ ഈ വഴി, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വഴി എന്ന് പറയുന്നത് വളരെയധികം കോമഡി തോന്നുന്ന ഒന്നാണ്. യുദ്ധം തുടങ്ങി ആദ്യ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ $12 ബില്യൺ ചെലവഴിച്ചാണ് ഔദ്യോഗിക കണക്കുകൾ. അധിക ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പെൻറ്റഗണിൻ്റെ ഈ നീക്കം US കോൺഗ്രസിൽ വലിയ എതിർപ്പുകൾക്ക് കാരണമായിട്ടുണ്ട്. ഡെമോക്രാറ്റുകൾ ഈ നീക്കത്തെ ശക്തമായി എതിർക്കുമ്പോൾ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിന്തുണയിലും സെനറ്റിൽ ആവശ്യമായിട്ടുള്ള വോട്ടുകൾ സമാഹരിക്കുന്നതിന് വെല്ലുവിളിയാകും ഇത്. ഇറാൻ യുദ്ധത്തിന് പൊതുജനങ്ങൾക്കിടയിൽ വേണ്ടത്ര പിന്തുണയില്ലാത്തതും ഭരണകൂടത്തിന് വലിയൊരു തിരിച്ചടിയാണ്. വിദേശ രാജ്യങ്ങളിലെ സൈനിക ഇടപെടലുകൾ അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരമേറ്റ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയമാറ്റങ്ങളിൽ വിമർശിക്കുന്നവരുണ്ട്. മുമ്പ് യുക്രൈൻ യുദ്ധത്തിനായി ജോ ബൈഡൻ ഭരണകൂടം നൽകിയ സഹായത്തെ ട്രംപ് നിരന്തരം പരിഹസിച്ചിരുന്നു. 2022 മുതൽ യുക്രൈനായി $188 ബില്യൺ അമേരിക്ക ചെലവഴിച്ചത്. എന്നാൽ ഇറാൻ യുദ്ധത്തിനായി ഇതിലും വലിയൊരു തുക ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തികച്ചും വൈരുദ്ധ്യാത്മകപരമായിട്ടുള്ള നിലപാടാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.